ബീഹാറിലെ കോൺഗ്രസിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് നല്ലൊരു മുഖം പോലും അവർക്കില്ല. അതായത് നല്ല ജനകീയനായുള്ള ഒരു നേതാവ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ബീഹാറിലില്ല എന്നതാണ് വസ്തുത. ആർക്കും വേണ്ടാത്ത ആസാദി വിപ്ലവമൊക്കെ നടത്തി എല്ലാവരിൽ നിന്നും എതിർപ്പ് നേരിട്ട കനയ്യ കുമാറൊക്കെയാണ് ഇപ്പോൾ അവരുടെ മുഖമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എത്രയും ദയനീയമായ അവസ്ഥയാണെന്നുള്ളത് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. CPI പോലും പുറന്തള്ളിയ കനയ്യ കുമാറിനെയൊക്കെയാണ് ഇപ്പോൾ അവരുടെ നേതാവായിട്ട് ബീഹാറിൽ ഉയർത്തിക്കാട്ടിയത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ജനകീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു ആ പാർട്ടി. അതുകൂടാതെ ഇപ്പോൾ ഷക്കീൽ അഹമ്മദ് ഏറ്റവും ഒടുവിൽ വളരെ മുതിർന്ന നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയൊക്കെ. അദ്ദേഹം രാജിവെച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. ഈ പാർട്ടിയിൽ ഇനി തുടരാൻ പറ്റില്ല, ആശയപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, പക്ഷേ ഈ സംവിധാനം നിലവിൽ ഈ രാഹുലിൻ്റെ കീഴിലുള്ള ഈ നേതൃത്വത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഷക്കീൽ അഹമ്മദ് പറഞ്ഞത്. ഇത് തന്നെയാണ് മുമ്പ് പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ജനകീയരായുള്ള അടിത്തറയുള്ള നേതാക്കൾക്കൊന്നും ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രവർത്തിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് സൈക്കോ ഫാൻസ് ആയിട്ടുള്ള കുറേ ആളുകളെയാണ്. രാഹുലിനെ ഇങ്ങനെ പ്രശംസിക്കുന്ന, പ്രകീർത്തിക്കുന്ന, എന്ത് പൊട്ടത്തരം കാണിച്ചാലും അതിനു വേണ്ടി കൈയടിക്കുന്ന കുറേ ആളുകളെയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടത്. എന്തായാലും ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിക്ക് മേലുള്ള ഒരു വലിയ സൂചന തന്നെയാണ്. കാരണം ഇനിയും കറക്റ്റീവ് മെഷേഴ്സുമായി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു കോമഡി പാർട്ടിയായിട്ട് ജനങ്ങൾ വിലയിരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.